ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ രചിക്കപ്പെട്ടത് യേശുവിൻ്റെ പേരിലാണ്. ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ ആലപിക്കപ്പെട്ടതും യേശുവിൻ്റെ പേരിൽ തന്നെ. ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ രചിക്കപ്പെട്ടതും യേശുവിൻ്റെ പേരിൽ തന്നെയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് ഒരു ദിവസം ലോകത്തിൽ 5 ലക്ഷത്തോളം വിശുദ്ധ കുർബാനകൾ അർപ്പിക്കപ്പെടുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ ലോകത്തിലുള്ള ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കപ്പെടുന്ന വ്യക്തി, ഏറ്റവും കൂടുതൽ ആളുകൾ ഏറ്റുപറയുന്ന നാമം യേശുനാമമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ പരിശുദ്ധ നാമത്തെ, എല്ലാ നാവുകളും ഏറ്റുപറയുന്ന ആ പരിശുദ്ധ നാമത്തെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ തന്നെ ഞങ്ങളോടൊപ്പം ചേർന്ന് നമുക്ക് ഒരുമിച്ച് ആ പരിശുദ്ധ നാമത്തെ വാഴ്ത്തിപ്പാടാം, അവനെ ആരാധിക്കാം, അവനെ സ്തുതിക്കാം. എല്ലാ നാവും പാടി വാഴ്ത്തും ആരാധ്യനാം യേശുവേ, സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നേ. സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നേ. യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്കു യോഗ്യൻ നീ. യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ. യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ. നിത്യമായി സ്നേഹിച്ചെന്നെ തിരുനിണത്താൽ വീണ്ടെടുത്തു. ഉയർത്തെന്നും ജീവിക്കുന്നു മരണത്തെ ജയിച്ചവരെ. ഉയർത്തെന്നും ജീവിക്കുന്നു മരണത്തെ ജയിച്ചവരെ. യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്കു യോഗ്യൻ നീ. യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ. യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ. നമുക്ക് സൗഖ്യം നൽകുന്ന, തൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം നൽകുന്ന ആ ദൈവത്തെ നമുക്ക് നന്ദിയോടെ ഓർത്തുകൊണ്ട്, അവനെ സ്തുതിച്ചുകൊണ്ട്, അവനെ വാഴ്ത്തിക്കൊണ്ട്, ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന സകലരും അവനെ സ്തുതിച്ചുകൊണ്ട്, അവന്റെ നാമത്തെ ഏറ്റുപറഞ്ഞുകൊണ്ട് സൗഖ്യം പ്രാപിക്കട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ. സൗഖ്യദായകൻ യേശു അടിപ്പിണരാൽ സൗഖ്യം നൽകി. ആശ്രയം നീ എൻ്റെ നാഥ, എത്ര മാധുര്യം ജീവിതത്തിൽ. ആശ്രയം നീ എൻ്റെ നാഥ, എത്ര മാധുര്യം ജീവിതത്തിൽ. യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്കു യോഗ്യൻ നീ. യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ. യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്കു യോഗ്യൻ നീ. യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ. യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ. എല്ലാ നാവുകളും ഒന്നിച്ച് സ്തുതിക്കട്ടെ. സൗഖ്യദായകനെ സ്തുതിക്കട്ടെ, വിടുതൽ നൽകുന്നവനെ, ബന്ധനങ്ങൾ അഴിക്കുന്നവനെ സ്തുതിക്കട്ടെ.
ശക്തിയോടെ കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യോഗ്യനായവനെ ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിടുതൽ നൽകുന്ന യേശുവേ ആരാധന. ഹല്ലേലൂയ. Oh Lord, we praise you. എല്ലാ നാവും പാടി വാഴ്ത്തും. സൗഖ്യദായകനായ, ബന്ധനങ്ങളെ തകർക്കുന്ന, എല്ലാ കെട്ടുകളെയും പൊട്ടിക്കുന്ന നിന്റെ പരിശുദ്ധനാമത്തിന് മുമ്പിൽ കർത്താവേ ഞങ്ങളിപ്പോൾ ആയിരിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഏറ്റു പറയുകയാണ്, നീ മാത്രമാണ് ഞങ്ങളുടെ ദൈവം, ഞങ്ങളുടെ രാജാവ്. നമുക്ക് ഈ സമയം ഈശോയെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് സ്തുതിച്ചുകൊണ്ടിരിക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കൊരു കാര്യം അറിയാം. നമ്മൾ ആർക്കെങ്കിലും കടം കൊടുത്താൽ, പ്രത്യേകിച്ച് ഒരു 1000 രൂപയോ മറ്റോ കടം കൊടുത്താൽ, നമ്മൾ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? നമ്മൾ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഒരു താങ്ക് യു, ഒരു നന്ദി അവരിൽ നിന്ന് പ്രതീക്ഷിക്കാറുണ്ട്. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഹൃദയം ഒന്ന് നിലച്ചു പോയാൽ നമ്മൾ ആശുപത്രിയിലാകും. എത്ര രൂപയാണ് നമ്മൾ മുടക്കേണ്ടത്? കോടിക്കണക്കിന് രൂപ നമ്മുടെ ഹൃദയത്തിന് വിലയിടും അവർ. നമ്മുടെ ഈ ശ്വാസോച്ഛ്വാസം നിലച്ചു പോയാൽ എന്തായിരിക്കും അവസ്ഥ? പക്ഷേ അങ്ങനെയെങ്കിൽ ഈ കോടിക്കണക്കിന് വില വരുന്ന ഈ അവയവങ്ങളെ നന്നായി കാത്തു പരിപാലിക്കുന്ന, സ്നേഹത്തോടെ നമ്മളെ എന്നും കാത്തു പരിപാലിക്കുന്ന, നല്ല ആരോഗ്യം തന്നിട്ടുള്ള ആ ദൈവത്തെ നമ്മൾ എത്രയധികമായി അവനെ നന്ദി പറയണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സമയം എവിടെയായിരുന്നാലും നാം ആയിരിക്കുന്ന വേളകളിൽ, ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് അവൻ്റെ സന്നിധിയിലായിരിക്കാം. നന്ദിയുള്ള ഹൃദയത്തോടെ യേശുവിലേക്ക് നമ്മുടെ ഹൃദയത്തെ, നമ്മൾ ഏത് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളായിരിക്കാം, എങ്കിലും നമ്മുടെ ഹൃദയം യേശുവിലേക്കൊന്ന് നീങ്ങട്ടെ, യേശുവിലേക്കൊന്ന് ചായട്ടെ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നന്ദിയുള്ള ജീവിതം നയിക്കാം. കാര്യം വചനം പറയുന്നുണ്ട്, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. അതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. മറ്റൊരു ദൈവവചന ഇപ്രകാരമുണ്ട്, ഒന്നിനെ കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ, അതായത് നന്ദിയോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് നമ്മുടെ നാഥനെ ഒരു നിമിഷം ഒന്ന് ഓർക്കാം. ഒപ്പം അവനെ ഈ സമയം വാഴ്ത്തി പാടുവാൻ നമുക്ക് ഒരുമിച്ച് ചേരാം. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്ക് ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോന് സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോന് സ്തുതി.
സത്യദൈവത്തിൻ ഏകപുത്രനായി നിന്നെ വിശ്വസിക്കുന്നു ഞാൻ. സത്യദൈവത്തിൻ ഏകപുത്രനായി നിന്നെ വിശ്വസിക്കുന്നു ഞാൻ. വരും കാലമൊക്കെയും നിൻ കൃപാ വരങ്ങൾ ചൊരിയുക എന്നിൽ. വരും കാലമൊക്കെയും നിൻ കൃപാ വരങ്ങൾ ചൊരിയുക എന്നിൽ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു. Thank you, Lord. Thank you, Lord. We thank you. We praise you, Jesus. We glorify your name. Hallelujah. Oh Lord, we praise you. We glorify you. Hallelujah. Hallelujah. യേശുവേ യേശുവേ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ ഓരോരുത്തരും നിന്റെ സന്നിധിയിലായിരിക്കുകയാണ്. ഞങ്ങളുടെ വിചാര വികാരങ്ങൾ ദൂരെ നിന്ന് മനസ്സിലാക്കുന്ന കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് വീണ്ടും വീണ്ടും നന്ദി പറയുകയാണ്. കർത്താവേ, ഞങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തരൂ തരൂ തായോ എന്നാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത് കർത്താവേ. എന്നാൽ ഇന്നു മുതൽ ഞങ്ങളൊരു തീരുമാനമെടുക്കുകയാണ്. വി വിൽ സേ താങ്ക് യു ടു ലോർഡ്. വി വിൽ സേ താങ്ക് യു ടു യു ലോർഡ്. ഞങ്ങൾ കർത്താവെ താങ്ക് യു എന്ന് പറയും. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ താങ്ക് യു എന്ന് പറഞ്ഞ് ജീവിക്കും. നന്ദിയോടെ ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നവരായിരിക്കും. ഒരിക്കൽ കൂടെ കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മുടെ ഹൃദയങ്ങളെ അവൻ്റെ പക്കലേക്ക് ഉയർത്തി ഒരിക്കൽ കൂടെ നമുക്ക് അവന് നന്ദി പറയാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. താങ്ക് യു ലോർഡ്. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. Lord, we praise you.